അമ്മേ, അമ്മയ്ക്കറിയാവുന്ന 2-3 ഐറ്റം എടുത്ത് അങ്ങോട്ട് വീശമ്മേ. അവളുടെ ഗർഭം അങ്ങോട്ടൊന്ന് കലങ്ങിട്ട്. പറയമ്മേ, അമ്മയ്ക്ക് അറിയാവുന്ന ഏതെങ്കിലും വഴിയുണ്ടോ അവളുടെ ഗർഭം സത്യമാണോന്ന് അറിയാൻ? ഒന്ന് ഗൗരവമായിട്ടൊന്ന് ആലോചിച്ച് നോക്കമ്മേ. പണ്ട് അമ്മയുടെ അമ്മായിയമ്മ അമ്മയോട് പയറ്റിയ വല്ല പൂഴിക്കിടകൻ ഐറ്റങ്ങളെ വല്ല ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ഓർത്തു നോക്ക്, അമ്മയ്ക്ക് കിട്ടും. അമ്മയെ കൊണ്ട് സാധിക്കും. ഒന്ന് ഓർത്തു നോക്കിയമ്മേ, രാജീവേട്ടൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും കിട്ടിയാലോ? കിട്ടി മോളെ, കിട്ടി. കിട്ടിയോ? അയ്യോ, എന്നാ പറയമ്മേ, ആ ഗർഭം നമുക്ക് പൊളിക്കണം. ഒന്ന് മിണ്ടായിടാ. അതെ ഗൗരിമോളെ, പണ്ട് സതുവേട്ടന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യവാ. എന്തു അമ്മേത്? കടുക് താളിക്കൽ. എടി, മോരിന് കടുക് താളിക്കലെന്ന്. മോരിന് കടുക് താളിക്കലോ? അതുകൊണ്ട് എന്താ ഗുണം? പറയാം. ഇത് കൊള്ളാം. ഇത് വെച്ച് നമുക്ക് അവളുടെ കള്ളഗർഭം പൊളിക്കണം. എന്നിട്ട് നമുക്കവളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തണം. രാവിലെ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങുന്നേ? എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണം. വീട്ടിൽ പോവാനോ? അതെന്തിനാ ഇപ്പൊ വീട്ടിൽ പോന്നെ? സതുവേട്ടനെ അവിടെ ഒറ്റയ്ക്കോ? ഇടയ്ക്കും മുറയ്ക്കോ അവിടെ ചെന്നൊന്ന് നോക്കിയില്ലെങ്കിലേ കുഴപ്പവാ. അതുകൊള്ള. അതെന്താ അച്ഛൻ കൊച്ചുകുട്ടിയാണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കാൻ? അതല്ലാത്തതാ കുഴപ്പം. എടി, ചില സമയത്തെ സതുവേട്ടനെ കൊച്ചു പിള്ളേരെക്കാൾ കഷ്ടമാ. അത് മാത്രമല്ല, പിന്നെ പുള്ളിക്കാരന്റെ ഒരു അമ്മാവന്റെ മോളുണ്ട്, സുമംഗല. അവളുമായിട്ട് മുടിഞ്ഞ പ്രേമത്തിലായിരുന്നു പണ്ട്. ഒടുക്കും അങ്ങനെ എന്നെ കെട്ടി. എടി, അവള് കെട്ടാച്ചരക്കെട്ടി ഇപ്പഴും നിക്കുവാന്ന്. അതെ, ആ സുമംഗലെ ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് കൊറേ ദിവസമായിന്ന്. എടി കൊച്ചെ, ഇതിപ്പോ ഇന്നലെയാ ഞാൻ അറിയുന്നത്. അവര് വന്നേനിപ്പോ അമ്മയ്ക്ക് എന്തുവാ? എന്താന്ന്? എടി കൊച്ചെ, പത്തായത്തില് നെല്ലുണ്ടെങ്കിലേ എലി അങ്ങ് അമേരിക്കന്ന് വരും, സിംഗപ്പൂരിന്ന് വരും, അറിയോ? അങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലടി, ആണുങ്ങളല്ലേ. അത് മാത്രമല്ല, ഈയിടെയായിട്ട് അങ്ങേർക്ക് എന്തോ ഒരു ഭാവമാറ്റം ഉണ്ട്. എന്നെ വിളിച്ചിട്ട് തന്നെ 2 ദിവസമായി, അറിയോ? ചിലപ്പോഴേ ഇനി കുശലം ചോദിക്കാനോ പഴയ പരിചയം പുതുക്കാനോ സുമംഗല എങ്ങനെ വീട്ടിൽ കയറി വന്നാലോ എന്തു ചെയ്യും? അതുകൊണ്ട് എനിക്കെന്തായാലും സതുവേട്ടനെ പോയി നോക്കിയേ പറ്റൂ. എന്നാലേ അമ്മ ഇപ്പൊ വീട്ടിൽ പോകണ്ട. ഞാൻ പോകണ്ടേ? അതെന്താ ഞാൻ പോയാല്? നിന്ന് നാഗവല്ലി കളിക്കാതെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാൻ നോക്കൂ. എന്നാ പറ. അമ്മ ആദ്യം പോവേണ്ടതേ അമ്പലത്തിലേക്കാ. എന്തിന്? എന്റെ അമ്മേ, അവളിപ്പോ ഇറങ്ങും, ആ സ്വാതി. അതിന് അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടരുത്. അമ്മ ഇപ്പൊ അതുകൊണ്ട് വീട്ടിൽ പോണ്ട, അവളുടെ കൂടെ നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിക്കേ. എന്ന് പറഞ്ഞ എങ്ങനെ കൊച്ച ശരിയാവുന്നത്? എടി കുഞ്ഞെ, ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റില്ല. എന്റെ ഭർത്താവ് വല്ലവരോടെ പോയാലേ ഞാൻ വഴിയാധാരമായി പോകും, മനസ്സിലായോ? ആദ്യം സതുവേട്ടൻ, അത് കഴിഞ്ഞേ സ്വാതി ഉള്ളൂ. എന്റെ അമ്മേ, അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കരുത്. മനസമാധാനത്തോടെ അവള് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അതുകൊണ്ടേ അമ്മ അവളുടെ കൂടെ അമ്പലത്തിൽ പോ. ചെല്ല്, അത് കഴിഞ്ഞിട്ട് മതി വീട്ടിൽ പോയി അച്ഛനെ നോക്കുന്നത്. അപ്പൊ എന്റെ സതുവേട്ടനോ? ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മേ,
അമ്മയെ പോലെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ ആരെങ്കിലും ഇവളുമാരുടെ പിന്നാലെ പോവോ? എന്തായാലും അത്രയ്ക്ക് മണ്ടത്തരമൊന്നും രാജീവേണ്ട അച്ഛൻ കാണിക്കത്തില്ല. ഗൗരി, ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണ്? ആണോന്നോ? സത്യത്തിലേ എനിക്ക് പോലും അമ്മയോട് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. ഓടി. സത്യം സത്യം. എന്നാ പിന്നെ സതുവേട്ട സുമംഗലയുടെ പിറകെ പോവില്ല. ഇപ്പൊ എനിക്ക് സമാധാനായി. അപ്പോ സുമംഗലയുടെ കാര്യം ഓക്കെ ആയില്ലേ? ഇനി സ്വാതിയുടെ കാര്യോ? അത് ഞാൻ ഏറ്റു. ഈ ഭാനുമതിയെ അവൾ ഇനിയും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവള് മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണുമെന്ന്. ആ, അവളുടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം. അതാണ് എന്റെ അമ്മയെ കൊണ്ടേ അതിന് പറ്റും. എന്നാ പിന്നെ നമുക്ക് അവൾക്കുള്ള ഇന്നത്തെ പണി തുടങ്ങാം. വാ വാ. അമ്മ ഇതെവിടെ പോവാ? ഇറങ്ങിക്കേ. ഇറങ്ങാൻ. ഞാനും നിന്റെ കൂടെ അമ്പലത്തിൽ വരുന്നുണ്ട്. എനിക്കും പ്രാർത്ഥിക്കണോടി. അതിനെ തന്നെത്താൻ അങ്ങ് പോയാ മതി. ഏട്ടത്തിക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പോകുന്നെ. അമ്മായി ഒപ്പം പോയാലേ ഉള്ള മനസ്സമാധാനം കൂടി പോത്തേ ഉള്ളൂ. ദേ പെണ്ണേ, നീ കൂടുതൽ നെകളിക്കല്ലേ. ഞാൻ കൂടെ പോയ എന്താടി കുഴപ്പം? പ്രാർത്ഥിക്കുന്നത് രഹസ്യമൊന്നും അല്ലല്ലോ. അമ്മായി, എനിക്ക് വേറെ 1-2 സ്ഥലത്തുകൂടി പോവാനുണ്ട്. അത് മാത്രല്ല, അമ്മായിയുടെ കൂടെ വരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതെന്താടി എന്റെ കൂടെ വരാൻ നിനക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് നാണക്കേട്? നാണക്കേടല്ല, കൂടെ നിന്ന് കാലി ചവിട്ടുന്നവരോടൊപ്പം പോവാനേ സ്വാതി ഏട്ടത്തിക്ക് ഇഷ്ടമല്ല. അത്ര തന്നെ. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഓ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ. ഞാൻ ഇറങ്ങില്ല. എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇറങ്ങൂല. ആ ദേ, എന്നെ കൊണ്ടുപോകാതെ നീ ഇവിടുത്തെ പോകത്തുമില്ല. ആ നോക്കിക്കോ. ഇത് വലിയ ശല്യമായല്ലേ ദൈവമേ. അമ്മായി, ഇന്ന് അമ്മായി എന്റെ ഒപ്പം വരണ്ട. ഞാൻ സ്വസ്ഥായിട്ടൊന്ന് പ്രാർത്ഥിക്കാനാ പോകുന്നേ. ദയവ് ചെയ്ത് അമ്മായി ഒന്ന് ഇറങ്ങണം. ഇറങ്ങാനില്ലേ പറഞ്ഞേ? നന്ദിനി, ഡോർ തുറക്ക. ഇറങ്ങിങ്ങോട്ട്. അറിയല്ല സ്വാതി എടുത്തി. നാട് ഓടിയണ്ടെങ്കിലേ അങ്ങോട്ട് മാറി നിക്ക്. എടുത്ത് കയറ്. മാറ. സ്വാതി, കണ്ടില്ലേ മഹേഷേട്ടാ, അമ്പലത്തിൽ പോകാൻ കൂടെ ചെന്ന് എന്നെ ഇവള് കാറി നിറക്കി വിട്ട്. ഇവര് വരുന്നത് എന്റെ സമാധാനം കളയാനാ അച്ഛാ. അയ്യോ, ഏട്ടത്തി തനിയെ പോയാ മതി. അത് വേണ്ട. ഈ സമയത്ത് മോൾ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് ശരിയല്ല. നന്ദിനി, നീ പോകുന്നില്ലേ? ഇല്ല വിളിച്ച, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയാക്കിയിട്ടില്ല. ആ, എന്നാ പിന്നെ ഭാനുമതിയും കൂടെ പോന്നോട്ടെ. അച്ഛാ, അത് എന്തായാലും ഭാനുമതിയും ക്ഷേത്രത്തിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങിയതല്ലേ. ഇനി നിരാശപ്പെടുത്തി തിരിച്ചു വിടണ്ട. ഭാനുമതിയും കൂടെ വന്നോട്ടെ. കൂട്ടിനൊരാളും കൂടെ ആയെന്ന് കരുതിയാ മതി. മഹേഷേട്ടൻ പറഞ്ഞത് അതിന് ശരി. അയ്യോ, ഈ അവസ്ഥയിലേ സ്വാതിമോളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. മഹേഷേട്ടാ, ഞങ്ങള് പോയിട്ട് വരാമേ. മാറിക്കേ. കൊച്ചു തുറക്കടി. എടുത്ത് തുറക്കാൻ. ആ, അടച്ചോ. ചെല്ലുമോളെ, ഇനി താമസിപ്പിക്കണ്ട. വായും മുടിച്ച് നിൽക്കാതെ പോയി മഹേഷേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കടി. നാശം പിടിച്ച തൊള്ളം.
അവളുടെ ഇരിപ്പ് കണ്ടാ വിചാരിക്കും അവള് വിമാനം ഓടിക്കുന്നത്. നേരെ നോക്കടി. ഞാൻ നേരെ നോക്കി തന്നെയാ വണ്ടി ഓടിക്കുന്നത്. എടി എന്റെ നേരെ നോക്കാൻ. ആ അമ്മായിയുടെ നേരെ നോക്കിയല്ലേ വണ്ടി വല്ലയിടത്തും ചെന്ന് ഇടിക്കും. നീ എന്താടി വിചാരിച്ചേ എന്നെ അവിടെ അങ്ങ് ഇറക്കി വിടാന്നു? ദേ നിന്റെ ഒറ്റയ്ക്ക് പോയുള്ള ഈ പ്രാർത്ഥനയെ ഇന്നത്തോടെ ഞാൻ നിർത്തും. ആ ദേ അമ്മായി, വെറുതെ അവിടെ എങ്ങാനും അടങ്ങിയിരുന്നോണം, പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? ആ ദേ വല്ലയിടത്തും കൊണ്ടുപോയി അമ്മ ഇരിക്കുന്ന സൈഡ് ഞാൻ ഇടിച്ച് കയറ്റും, പറഞ്ഞേക്കാം. അയ്യോ, ചിലപ്പോ ആ ഇടിയെ തന്നെ അമ്മായി ചത്തുപോകും. ദാ ഇങ്ങനെ. നീ എന്താടി എന്നെ കൊല്ലം കൊണ്ടുപോകണോ? ദേ മിണ്ടരുത്. മിണ്ടിയോ ഇടിച്ചു. ആ ഇനിയൊരു അക്ഷരം മിണ്ടിയുണ്ടല്ലോ. നീ എന്നോട് വായടക്കാൻ പറയറക്കെ ആയില്ലടി. എടി സ്വാതിമോളെ, നീ നടത്തുന്ന ഈ കള്ളക്കളി പൊളിക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അതിനുവേണ്ടി തന്നെയാ നിന്റെ ഈ വണ്ടി കയറിയത്. ആ നിന്റെ ഈ ഗർഭത്തിന്റെ രഹസ്യം ഞങ്ങൾക്കൂടെ അറിയണമല്ലോ. ഓ അത് ശരി. അപ്പൊ എന്റെ ഗർഭത്തിന്റെ രഹസ്യം അറിയാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കും അല്ലേ? ആ കാണിച്ചു തരാം ഞാൻ. ഞാനിപ്പം മഹേശ്വരനെ വിളിച്ച് പറയുവേ. പറഞ്ഞു. പക്ഷെ തിരിച്ചു ചെല്ലുന്നതിന് മുൻപ് നിങ്ങളെ ഞാൻ വണ്ടി ഇടിപ്പിച്ച് കൊല്ലും. അയ്യോ എടി പതുക്കെ പതുക്കെ. ഓ പിന്നെ നീ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. എന്നെ ഇടിച്ചു കൊല്ലാൻ നോക്കിയാ നിനക്കും പരിക്ക് പറ്റുമല്ലോ. അപ്പോ നിന്റെ വയറ്റിലുള്ള കുഞ്ഞും ചാവും. അതിന് ഞാൻ ഗർഭിണിയാണെങ്കിലല്ലേ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ലടി, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും. എന്നെ ഈ വണ്ടി നിറക്കി വിട്ടുപോളല്ലേ നീ. എന്നിട്ട് ഇപ്പൊ എന്തായടി? ഞാൻ തന്നെ ജയിച്ചില്ലേ? ഈ ഭാനുമതിയോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ഇവരിന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം. ഈശ്വര, ഇനി ഇവള് പറഞ്ഞതുപോലെ വല്ലതും ചെയ്യുവോ? ഞാൻ പോയി തൊഴുതിട്ട് വരുന്നത് വരെ ഇവിടെ ഇരുന്നാ മതി. ആ എടി പെണ്ണേ, യു കൊച്ചേ, എടി 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 കടവ് തുറക്കാൻ. എടി സ്വാതി, ഈ തുറക്കാൻ. നീനോട് കളിക്കല്ലേ. അമ്മായി ഇവിടെ തന്നെ ഇരുന്നോണേ, ഞാൻ പോയിട്ട് വരാം. എടി എടി സ്വാതി, ഇത് കൊച്ചേ നീ പോവല്ലെന്ന്. എടി കൊച്ചേ, എടി പെണ്ണേ പോവല്ലെന്ന്. എടി എടി ഇവിടെ തുറന്നിട്ട് പോവാൻ. അത്രയ്ക്കായോ? അകത്തൊന്നും തുറന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചേടാ, ഇതെന്തൊരു കൂത്താ നോക്കിയേ. ഇതിനകത്ത് ഞാൻ എങ്ങനെ ഇറങ്ങും? എടി ആനക്കുട്ടി, ദരിദ്രവാസി സ്വാതി, നീ എന്നെ പൂട്ടിയല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഏത് മണിച്ചിത്ര താഴിട്ട് പൂട്ടിയാലും ഈ ഭാനുമതി തളയ്ക്കാൻ കഴിയില്ലടി. ഇനി എങ്ങനെ ഒന്ന് ഇറങ്ങും?
ഭഗവാനെ, മഹാദേവ, അബദ്ധത്തിൽ സംഭവിച്ചൊരു തെറ്റായിരുന്നു എന്റെ ഗർഭമെന്ന് ഞാൻ ഇനി എങ്ങനെ എല്ലാവരോടും പറയും? ഏത് നിമിഷവും എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാ എന്റെ ഏട്ടൻ. ആ ഏട്ടനോട് എന്റെ ഉള്ളിലുള്ള കുഞ്ഞിന്റെ കാര്യം ഒരു കള്ളമാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഇനി എനിക്ക് ഈ രഹസ്യം ചുമന്ന് നടക്കാൻ വയ്യ. ഭഗവാൻ തന്നെ ഇതിനൊരു പരിഹാരം കാണിച്ചു തരണം. ഓരോ നിമിഷവും ഞാൻ നേരെ നേരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഭഗവാന്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും. യഥാർത്ഥ സത്യം എനിക്ക് എല്ലാവരോടും പറയണം. അതിനൊരു വഴി കാണിച്ചു തരണേ ഭഗവാന്. ഈ കുന്ത്രാണ്ട ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്റെ ജീവിതം ഞാൻ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം. ഈ അഗ്നി പരീക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണം ഭഗവാനെ. ഭാനുമന്തിര അവളെ കളി, അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. അവളെ കാണട്ടെ ഒന്ന്. നമസ്കാരം സ്വാമിജി. സ്വാതിമോളെ, വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അച്ഛൻ വിളിച്ചിരുന്നു. എന്തായാലും ഭഗവാൻ മോളെ അനുഗ്രഹിച്ചല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണാൻ എത്ര പേര് എവിടെയെല്ലാം പ്രാർത്ഥന നടത്തുന്നു, ചികിത്സയും വഴിപാടും നടത്തുന്നു. എന്നിട്ടും ഫലം കിട്ടാത്തവർ ഈ ലോകത്തുണ്ട്. മോൾക്ക് ഇത്ര വേഗം ഭഗവാൻ അനുഗ്രഹം തന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇയാളെന്തിനാ സന്തോഷിക്കുന്നത്? സ്വാമിജി, എനിക്ക് സ്വാമിജിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു വല്ലാത്ത പ്രതിസന്ധിയില്ല ഇപ്പോ. ഏത് പ്രതിസന്ധിക്കും പരിഹാരം കാണുന്ന ഭഗവാന്റെ മുന്നിലല്ലേ മോള് പ്രാർത്ഥിച്ചത്? മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഭഗവാൻ മാറ്റിത്തരും. സ്വാമിജി, എനിക്കൊരു തെറ്റ് പറ്റി. ഇവൾ എന്ത് തെറ്റ് ചെയ്തത്? മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ സംഭവിച്ചു പോയി. അതിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് കഴിയുന്നില്ല. ചെയ്ത തെറ്റ് ഭഗവാന്റെ മുന്നിൽ ഏറ്റു പറയുന്നതിനേക്കാൾ വലിയ പശ്ചാത്താപം വേറെ ഇല്ല. ഓ, ഇവൾ അമ്പലത്തിൽ കുമ്പസാരിക്കാൻ വന്നതാ. അത് ഞാൻ അറിയാതിരിക്കാനാ എന്നെ ഒഴിവാക്കാൻ നോക്കിയത്. ശരിയാക്കി തരാടി. എന്റെ ഭർത്താവിനോടും മറ്റുള്ളവരോടും അറിയാതെ ചെയ്തു പോയൊരു തെറ്റാ സ്വാമിജി അത്. മോളെ, എനിക്കതിനൊരു പരിഹാരം ചെയ്തേ പറ്റൂ. ഭഗവാനോട് എല്ലാം ഏറ്റു പറഞ്ഞാൽ മതി. എല്ലാം ഭഗവാൻ നേരെയാക്കി തരും. പ്രാർത്ഥിച്ചോളൂ. അത് ശരി. അപ്പൊ ഇയാളാണ് ഇവളുടെ ഉപദേശി. ഭഗവാനെ, എന്റെ തെറ്റു പുറത്ത് എന്നെ കുരുക്കിൽ നിന്ന് രക്ഷിക്കണേ. ഈശ്വര, ഇവളുടെ വയറ്റിയ ഗർഭം ഉണ്ടെങ്കിൽ അത് കലങ്ങി പോണേ. ഭഗവാനെ, വഴിപാടോ നേർച്ചയോ എന്ത് വേണേ ഞാൻ ചെയ്യാം. നീ അത് നടത്തി തന്നേ പറ്റൂ. കേട്ടല്ലോ ഭഗവാനെ. പിന്നെ നീ ഇത് കേട്ടില്ല എന്ന് പറയരുത്. ഈശ്വര, അത്താടി സ്വാമി ഒന്ന് കണ്ടുകളയാം. ഭഗവാനെ, കാത്തുരക്ഷിക്കണേ. സ്വാമി ഒന്ന് നിക്കണേ. എന്താ? അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആ സ്വാതി ഇപ്പൊ എന്താ സ്വാമിയോട് പറഞ്ഞത്? സ്വാതിയോ? ആട്ടെ, നിങ്ങളാരാ? ഞാനിവളുടെ അമ്മായിയാ. എന്നാ പിന്നെ സ്വാതിയോട് തന്നെ ചോദിച്ചാ പോരെ? അയ്യോ, അതെ, കരഞ്ഞു നിലവിളിച്ചോണ്ട് 2-3 ദിവസമായിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാനെന്ന് വെച്ചവക്ക് ജീവനാ. ഉള്ളിലുള്ള വിഷമം എന്താണെന്ന് ചോദിച്ചാ അവള് ചിലപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി. അതുകൊണ്ടാ ഞാൻ അവളോട് ചോദിക്കാത്തത്. പറ സ്വാമി, അവൾ എന്താ പറഞ്ഞത്? ഒരു പരിഹാര കർമ്മത്തിന്റെ കാര്യം ചോദിച്ചതാ കുട്ടി. ഞാനത് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. എന്ത് പരിഹാരം? അതിനവൾ എന്ത് തെറ്റാ ചെയ്തത്? അത് വല്ല സ്വാമിയോട് പറഞ്ഞോ? എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എങ്ങനെ അപ്പാടെ നിങ്ങളോട് പറയും? നിങ്ങളുടെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കൂ.
അത് പരിഹരിക്കാനുള്ള മാർഗം എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് നല്ല വർത്താനാണല്ലോ. നിങ്ങൾ സ്വാമിയാണോ അതോ അവളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനോ? എല്ലാവർക്കും ഓരോരോ രഹസ്യങ്ങളില്ലേ? നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോ വന്നതും ഒരു രഹസ്യം മനസ്സിൽ ലക്ഷ്യം വച്ചിട്ടല്ലേ? അതെങ്ങനെ സ്വാമിക്ക് മനസ്സിലായി? ഈശ്വരന്റെ കൂടെയല്ലേ ജീവിതം. ഒക്കെ ഭഗവാൻ മനസ്സിലാക്കി തരും. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കണമെങ്കിൽ നമ്മൾ എന്ത് വഴിപാടാ സ്വാമി നടത്തേണ്ടത്?